പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ബദരീങ്ങളുടെ എണ്ണം എത്രയാണ് എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായാന്തരമുണ്ട്. 305, 313, 314, 315, 362, 364 എന്നിങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായാന്തരങ്ങൾ ഇന്നും നിലനിൽക്കുന്നു. ഈ അഭിപ്രായ വ്യത്യാസങ്ങളുടെ കൂട്ടത്തിൽ 305, 313 എന്നീ രണ്ട് എണ്ണങ്ങൾ വ്യത്യസ്തമായി വരാനുള്ള കാരണം, ബദറിലേക്കുള്ള യാത്രയിൽ മദീനയിൽ നിന്ന് 1 മൈൽ അകലെ ബിഇറു അബി ഉത്ബ എന്ന സ്ഥലത്ത് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുയായികളെ ഒന്ന് പരിശോധിച്ചെണ്ണിയപ്പോൾ അവർ 305 പേരാണ് ഉണ്ടായിരുന്നത് എന്നും, എന്നാൽ 2 മൈൽ അകലെ റൗഹ എന്ന സ്ഥലത്ത് വെച്ച് റസൂലുള്ളാഹി തങ്ങൾ രണ്ടാമത് പരിശോധന നടത്തിയപ്പോൾ അവർ 313 പേരാണ് ഉണ്ടായിരുന്നത് എന്നും ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നത് കാണാം. എന്നാൽ വേറെയും മറ്റു എണ്ണത്തിൽ ചില അഭിപ്രായാന്തരങ്ങൾ വരാനുള്ള കാരണം 314, 15, 362, 364 എന്നിങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായാന്തരങ്ങൾ വരാനുള്ള കാരണം ബദരീങ്ങൾ ആരൊക്കെയാണ് എന്ന വിഷയത്തിൽ ചില ചർച്ചകൾ നടന്നിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മൾ യഥാർത്ഥത്തിൽ ബദരീങ്ങളുടെ പേരുകൾ എണ്ണുന്ന കൂട്ടത്തിലുള്ള എല്ലാ ആളുകളും മഹാന്മാരും ബദർ യുദ്ധത്തിൽ കൃത്യമായി പങ്കെടുത്തവരല്ല. ബദരീങ്ങൾ എന്ന സ്ഥാനപ്പേരുള്ള ആളുകൾ 5 വിഭാഗങ്ങളാണുള്ളത്. 5 വിഭാഗം ആളുകളെ മഹാന്മാരായ മഹത്തുക്കൾ എണ്ണുന്നത്, ഒന്നാമത്തെ വിഭാഗം ബദർ യുദ്ധത്തിൽ ബദറിൽ ഹാജരാവുകയും യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കുകയും ചെയ്ത മഹാന്മാർ. ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഉബൈദ റളിയല്ലാഹു അൻഹു തുടങ്ങിയ മഹാന്മാർ അതിന് ഉദാഹരണങ്ങളാണ്. എന്നാൽ രണ്ടാമത്തെ വിഭാഗം ബദറിൽ സന്നിഹിതരായിട്ടുണ്ട്, പക്ഷെ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല. അതിന് ഉദാഹരണമാണ് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു. ഈ 2 മഹാന്മാർ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാവൽ നിന്ന മഹാന്മാരായിരുന്നു. എന്നാൽ മൂന്നാമത്തെ ഒരു വിഭാഗം പ്രതിസന്ധികൾ കാരണത്താൽ ബദറിലേക്ക് വരാൻ കഴിയാത്ത പല ആളുകൾ, അവർക്ക് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധാർജിത സമ്പത്ത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അവരെ അതിനു വേണ്ടി യുദ്ധത്തിലേക്ക് വരണ്ട എന്ന് റസൂലുള്ള പറഞ്ഞതാണ്. ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവർ, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ റുഖയ്യ ബീവി അള്ളാഹുവിന്റെ റസൂലിന്റെ മകൾ കൂടിയാണ്. അവർ രോഗിയായി കിടക്കുകയായിരുന്നു. ആ രോഗത്തിൽ തന്നെയാണ് അവർ മരണപ്പെട്ടത്. എന്നാൽ ആ രോഗിയായി കിടക്കുന്ന ഭാര്യയെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, യുദ്ധത്തിലേക്ക് വരണ്ട. ബഹുമാനപ്പെട്ട അബൂ ഉമാമത്ത് ബിനു സഅലബ റളിയല്ലാഹു അൻഹു, മഹാനവറുകളുടെ ഉമ്മ രോഗിയായി കിടക്കുകയാണ്. പരിചരണത്തിന് വേണ്ടി റസൂലുള്ള പറഞ്ഞു, ഉമ്മയുടെ അടുത്ത് നിന്നാൽ മതി. ബഹുമാനപ്പെട്ട അബൂ ലുബാബ റളിയല്ലാഹു അൻഹു, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, നീ മദീനയുടെ അധികാരം നീ നോക്കൂ, മദീനയുടെ കാര്യങ്ങൾ നീ ശ്രദ്ധിക്കുക. അങ്ങനെ മദീനയുടെ അധികാരസ്ഥനായി ബഹുമാനപ്പെട്ട അബൂ ലുബാബ റളിയല്ലാഹു അൻഹുവിനെയാണ് ഏൽപ്പിച്ചത്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ ജനങ്ങൾക്ക് നിസ്കാരത്തിന് നേതൃത്വം നൽകാൻ വേണ്ടി മഹാനവറുകളെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ ചില സ്വഹാബികളെ ചില കാരണങ്ങൾ ഉണ്ടായപ്പോ അള്ളാഹുവിന്റെ റസൂൽ യുദ്ധത്തിന്റെ വരണ്ട എന്ന് നിർദ്ദേശിച്ചു. എന്നാൽ നാലാമത്തെ ഒരു വിഭാഗം ബദർ യുദ്ധത്തിൽ ഹാജരായിട്ടുണ്ട്, പക്ഷേ പ്രായമാകാത്ത കാരണത്താൽ, ചെറിയ മക്കളായ കാരണത്താൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധത്തിന് അനുമതി നൽകിയില്ല. ബഹുമാനപ്പെട്ട ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു, ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു, റാഫി ഇബ്നു ഖദീജ റളിയല്ലാഹു അൻഹു, സെയ്ദ് ബിൻ അർഖം റളിയല്ലാഹു അൻഹു പോലെയുള്ള മഹാന്മാർ അതിൽപ്പെട്ടവരാണ്. അഞ്ചാമത്തെ ഒരു വിഭാഗം യുദ്ധത്തിന്റെ ഗതിവിഗതികളെ നിരീക്ഷിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏൽപ്പിച്ച വിഭാഗം. അവർ ഉയർന്ന പ്രദേശത്ത് നിന്ന് യുദ്ധത്തിന്റെ ഗതികൾ നിരീക്ഷിക്കുന്നവരാണ്. ബഹുമാനപ്പെട്ട ഹാരിസത്ത് ബിൻ റുബയ്യ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവർ ഇതിൽപ്പെടുന്നു. ഏതായാലും മഹാന്മാരായ മഹത്തുക്കൾ പറയുന്നു, ഈ പറയപ്പെട്ട 5 വിഭാഗം ആളുകളും യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുത്തവരും പരോക്ഷമായി പങ്കെടുത്ത ആളുകളും, എന്നാൽ പങ്കെടുക്കാൻ തീരെ പറ്റാത്ത ചില ആളുകളും, അവർക്ക് ആഗ്രഹമുണ്ടായി പക്ഷേ ചില പ്രതിബന്ധങ്ങൾ കാരണങ്ങൾ ഉണ്ടായതിനാൽ അവർക്ക് യുദ്ധത്തിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. എന്നാൽ അവരെല്ലാവരും ബദരീങ്ങളാണ് എന്നാണ് മഹാന്മാരായ മഹത്തുക്കൾ മുഴുവനും അവരെ സംബന്ധിച്ച് എഴുതി വെച്ചിട്ടുള്ളത്. ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. www.hubburrasool.net